അപ്പൊ അങ്ങനെ നമ്മൾ അവിടുത്തെ നഴ്സറി എല്ലാം കഴിഞ്ഞു, എന്താ പറയാ, ഗാർഡനൊക്കെ കണ്ട് ഞങ്ങളിപ്പോ ഏകദേശം വീരാജ്പേട്ട ടൗൺ എത്തി. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ മടിക്കേരിയാണ്. മടിക്കേരിയിലേക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മടിക്കേരി ഇവിടുന്ന് എത്ര കിലോമീറ്റർ എത്തി? അതെ, അപ്പൊ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. 40 കിലോമീറ്ററിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് കണ്ടു പോവാം. ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം കൂർഗിലെത്തി. കൂർഗിന്ന് ഇനിയിപ്പോ ഇവിടുന്ന് ഒരു ഏകദേശം 10-15 കിലോമീറ്റർ മടിക്കേരിയിലേക്കുള്ളൂ. അപ്പൊ മടിക്കേരിയിൽ എത്തിയിട്ട് നമ്മൾ മടിക്കേരിയിൽ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഗോൾഡൻ ടെമ്പിൾ ആണ്. മടിക്കേരിയിലുള്ള ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. മടിക്കേരിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 10-12 സ്ഥലങ്ങളുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മളെ കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കവർ ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഡെസ്റ്റിനേഷന് ഏകദേശം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മടിക്കേരിന്ന് തുല്യ, പിന്നെ അതുപോലെ തന്നെ ഗോകർണന്ന് ദന്തേളി എന്ന് പറഞ്ഞൊരു സൂപ്പർ പ്ലേസ് ആണ്. സൂപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ വളരെ, നമ്മളിപ്പം ഏകദേശം അവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ റിസോർട്ടിന്റെ അവരെന്നെ പറയുന്നത് വെച്ചാൽ ടൂറിസ്റ്റിന് ഏറ്റവും നല്ലൊരു സ്പേസ് എന്നാണ്. അപ്പൊ നമ്മളെന്തായാലും അവിടെ പോകുന്നുണ്ട്, ദന്തേളി പോകുന്നുണ്ട്. ദന്തേളിന്ന് ഗോവയിലുള്ള ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഈ കൊറോണന്റെ മുമ്പൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ കൊറോണ ആയിട്ട് എന്താണുള്ള സിറ്റുവേഷൻ എന്നറിയില്ല. അതുകൊണ്ട് ഗോവയിൽ പോകുന്നുണ്ട്. ഗോവയിൽ നിന്ന് പിന്നെ മുരുകേശ്വരം വഴി അങ്ങനെ ബാംഗ്ലൂർ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് കണ്ണൂരേക്കാണ്. അപ്പം മാക്സിമം നമുക്ക് ഒരുവിധമല്ല ഈ പറയുന്ന എല്ലാ റൂട്ടിനും നമുക്ക് കവർ ചെയ്യണം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ. ഏകദേശം നമ്മളെ ഇതിൽ ഒരു 6 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരു 7 ദിവസമോ 8 ദിവസമോ ആകാൻ സാധ്യതയുണ്ട്. എങ്കിലും മാക്സിമം നമ്മൾ എന്തായാലും അതെല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ വരും. അപ്പം നേരെ നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള വിശേഷങ്ങൾ തന്നെ കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ മടിക്കേരി ടൗണിൽ നിന്ന് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണെങ്കിൽ ഒരു 47 മിനിറ്റിന്റെ ഒരു ദൂരമുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് മടിക്കേരി ടൗണിൽ നിന്ന് തന്നെ ഒരു 900 മീറ്റർ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഒരു രാജാ സീറ്റ് എന്നൊക്കെ ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്ക് ഈ പേര് പോലെ തന്നെ രാജാക്കന്മാരെല്ലാം പണ്ട് വന്നിട്ട് അവരെ ടൈമെല്ലാം സ്പെൻഡ് ചെയ്താണ്. രാജാക്കന്മാരും റാണിയെല്ലാം വന്ന് ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തതാണത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് രാജാ സീറ്റിലാണ്. അപ്പൊ രാജാ സീറ്റിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്നത്. അപ്പൊ രാജാ സീറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഏകദേശം ആ കാണുന്നതാണ് രാജാ സീറ്റ്. അതിലേക്ക് കയറാൻ ചാർജ് ഉണ്ടോ എന്ന് അറിയില്ല. ഏതായാലും നമ്മൾ പോയി നോക്കാം, ചാർജ് ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. 10 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നുമില്ല. ക്യാമറ ഒക്കെ അലോട്ടാണ്. 10 രൂപ ചാർജ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എത്തി. ഇപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ അകത്തെത്തി. നല്ല വെയിലാണ്. എന്താ പറയുക, ഇപ്പം ഏകദേശം ഉച്ചക്ക് 2:15 നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായിന്, അതുകൊണ്ടാണ്. അപ്പം അകത്തേക്ക് എത്തി. കാണാൻ നല്ലൊരു, എന്താ പറയുക, നല്ലൊരു സ്ഥലമാണ്. ഇപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഗാർഡന് പുറമെ, അതായത് നമ്മളിപ്പോൾ കണ്ട ഗാർഡന് പുറമെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. വ്യൂ എന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾ തന്നെ അത് കണ്ടു നോക്ക്. ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളത് കാണുന്നല്ലേ.
ക്യാമറമാൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡാണ്, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പ്രൊഹിബിറ്റഡാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വണ്ടിയിൽ ക്യാമറ വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇൻസ്റ്റയിലുണ്ടാവും. ഇൻസ്റ്റേൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് അത് കയറി നോക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഒരു കിടിലം ഇതാണ്. കിടിലം എന്ന് വെച്ചാൽ അത്രയും കിടിലം വൈബ് തന്നെയാണ് ഇവിടെ വ്യൂ. തീർച്ചയായിട്ടും കയറി നോക്കുക. ഇപ്പം നിങ്ങൾ വ്യൂ പോയിന്റ് കണ്ടില്ലേ? ഇനി ബാക്കിയുള്ള ഇവിടുത്തെ ഗാർഡൻസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഗാർഡൻസ് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടെല്ലാം വരുന്നുണ്ട് കുറേ. അതൊക്കെ കണ്ടിട്ടു. ഇതിൻ്റെ റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആനയും അതുപോലത്തെ കുറേ ഇതെല്ലാം ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ജിറാഫിൻ്റെ ഒക്കെ സ്റ്റാറ്റു അവിടെ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതുമായി പോയിട്ട് അവിടെ എത്താം. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു മ്യൂസിക് ഫൗണ്ടേഷൻ ഉണ്ട്. മ്യൂസിയം വർക്കിംഗ് അല്ല. അതായത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ എല്ലാം അതുകൊണ്ടായിരിക്കാം ഇത് വർക്ക് ചെയ്യാത്തത്. പക്ഷേ തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഇത് വർക്കിംഗ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല എല്ലാ രീതിയിലും ഗാർഡൻ. പക്ഷേ വലിയ ആളൊന്നുമില്ല ഇവിടെ. അതിന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയായത് കൊണ്ടാണോ എന്നറിയില്ല, വലിയ ആളൊന്നും ഇവിടെ ഇല്ല.